കൂപ്പുകരങ്ങളോടെ ഈ അൾത്താരയിൽ എഴുന്നള്ളി വരുന്ന ഈശോയെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാം, കുടുംബത്തിലേക്ക് ക്ഷണിക്കാം, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും എല്ലാ വിഷയങ്ങളിലേക്കും ഈശോയെ വിളിക്കാം. കർത്താവിൻ്റെ സ്നേഹം നിറയട്ടെ ഈ നിമിഷങ്ങളിൽ. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളിൽ കരകവിഞ്ഞൊഴുകുന്ന നിമിഷങ്ങളായിട്ട് ഈ നിമിഷങ്ങൾ മാറട്ടെ. പ്രാർത്ഥനയോടെ ആരാധനയുടെ ഗാനം ആലപിച്ച് ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് ഈ നിമിഷം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ ദൈവമിതാ നമ്മോടു കൂടെയിതാ, ഈ അൾത്താരയിൽ ഈ തിരുവോസ്തിയിൽ നമ്മുടെ ഇടയിലിതാ, നമ്മുടെ ദൈവമിതാ. ദൈവം തൻ്റെ ജനത്തിൻ്റെ കൂടെ പാർക്കാനിറങ്ങി വന്നു. ദൈവം തൻ്റെ ജനത്തിൻ്റെ കൂടെ പാർക്കാനിറങ്ങി വന്നു. തൻ്റെ ജനത്തോടു കാട്ടിയൊരുൾ പ്രിയം ഇന്നും തുടിക്കും നീ കൂദാശയിൽ. തൻ്റെ ജനത്തോടു കാട്ടിയൊരുൾ പ്രിയം ഇന്നും തുടിക്കും നീ കൂദാശയിൽ. ഇന്നും തുടിക്കും നീ കൂദാശയിൽ. നമ്മുടെ ദൈവമിതാ നമ്മോടു കൂടെയിതാ, ഈ അൾത്താരയിൽ ഈ തിരുവോസ്തിയിൽ നമ്മുടെ ഇടയിലിതാ, നമ്മുടെ ദൈവമിതാ. കരങ്ങൾ കൂപ്പി ഇതായ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന ഈശോയെ ഹൃദയം കൊണ്ട് നമുക്ക് ആരാധിക്കാം. വലിയ പ്രതീക്ഷയോടും വലിയ പ്രത്യാശയോടും കൂടെ ഈ നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ നിമിഷങ്ങളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. അത്ഭുതങ്ങളുടെ രാജാവ് ഈ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന സമയമാണല്ലോ. അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് മാത്രമല്ല, നമ്മൾ ആഗ്രഹിക്കുന്നതിനും ഉപരി ചെയ്തു തരാൻ കഴിവുള്ളവനാണ് ദൈവം. നമ്മുടെ ആശങ്കകൾ മാത്രമല്ല കർത്താവ് അകറ്റുന്നത്, നമ്മുടെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്ന സകല അസ്വസ്ഥതകളും എടുത്തു മാറ്റാൻ കഴിവുള്ള കർത്താവാണ് ഈ അൾത്താരയിൽ. ആ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. കരങ്ങൾ തുറന്ന് യാചനാപൂർവ്വം പിടിക്കാം. ഈ നിമിഷം കർത്താവിൻ്റെ കാരുണ്യത്തെ അനുസ്മരിച്ചുകൊണ്ട് ഓർത്തെടുത്തുകൊണ്ട് പൗലോസ്ലീഹ പറയുന്നൊരു കാര്യമുണ്ട്. ഇതാ കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ മുമ്പിലല്ലേ നമ്മൾ നിൽക്കുന്നത്, അതായത് ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. അതുകൊണ്ട് ഈ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഈ കരുണയെക്കുറിച്ച് ഓർത്തുകൊണ്ട് പൗലോസ്ലീഹ
റോമാ സഭയോട് അപേക്ഷിച്ച ചില കാര്യങ്ങളുണ്ട്. ഇതിപ്പോൾ ഇതാ ഈ ദിവ്യകാരുണ്യത്തിൽ, ഈ കാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന യേശു നമ്മോട് കാണിച്ച കാരുണ്യത്തെ, അതായത് അർഹിക്കാത്ത സ്നേഹം നൽകി അയോഗ്യരായിരുന്നിട്ട് നമ്മളെ യോഗ്യരാക്കി, പാപികളായിരുന്നിട്ട് നമ്മളെ ചേർത്ത് പിടിച്ച ആ സ്നേഹമുണ്ടല്ലോ, ആ കരുണയുണ്ടല്ലോ, ആ കാരുണ്യത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് തൻ്റെ ശരീരത്തിൽ പാടുപീഡകൾ സഹിച്ച് ഇഞ്ചിഞ്ചായി ശരീരം തകർക്കപ്പെട്ടപ്പോഴും നമ്മെ കണ്ടതുകൊണ്ട് ആ സഹനം ഈശോ സ്നേഹത്തോടെ വഹിച്ചു. എന്നിട്ട് നമ്മുടെ മേൽ കടന്നു വരാനിരുന്ന പാപത്തിൻ്റെ ശിക്ഷ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് നമ്മെ കർത്താവ് സ്വതന്ത്രരാക്കി. നമുക്ക് വേണ്ടി അവിടുന്ന് കാൽവരിയിൽ പരിഹാരം ചെയ്തു. ഈ കാരുണ്യത്തെ അനുസ്മരിച്ചുകൊണ്ട് പൗലോസ് ശ്ലീഹ റോമാ സഭയോട് പറയുന്ന കാര്യമുണ്ട്. അതുകൊണ്ട് ഈ ആരാധനയുടെ ഈ കാരുണ്യത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മളും ഓർത്തെടുക്കേണ്ട വിഷയമാണ്. പൗലോസ് ശ്ലീഹ പറയാണ്, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. എത്ര സുന്ദരമായ വാക്കുകളാണ് പൗലോസ് ശ്ലീഹ റോമാ സഭയോട് പറയുന്നത്. 12-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങളിൽ, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. എന്തൊക്കെയാണ്? നിങ്ങളുടെ ശരീരങ്ങളെ എങ്ങനെയാണ്? ദൈവത്തിന് പ്രീതികരമായി ശരീരത്തെ സമർപ്പിക്കണം. നിന്റെ ശരീരത്തിൻ്റെ ഓരോ തീരുമാനങ്ങളെയും, നിന്റെ ശരീരത്തിൻ്റെ ഓരോ പ്രേരണകളെയും, നിന്റെ ശരീരത്തിൻ്റെ ഓരോ ഇഷ്ടങ്ങളെയും ഇംഗിതങ്ങളെയും വചനം പറയാണ്, ദൈവത്തിന് പ്രീതികരവും വിശുദ്ധവുമായിട്ട്, അങ്ങനെ ഒരു സജീവ ബലിയായിട്ട് ദൈവത്തിന് സമർപ്പിക്കണമെന്ന്. നമുക്കറിയാം നമ്മുടെ ഈ ശരീരത്തിൽ എത്രമാത്രം പാപത്തിൻ്റെ സ്വാധീനമുണ്ടെന്ന്. ഈ ശരീരം ഉള്ളതുകൊണ്ട് എത്രമാത്രം പാപത്തിലേക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നിന്റെ ശരീരത്തെ കർത്താവിന് പ്രീതികരമായ, അവൻ്റെ മുമ്പിൽ വിശുദ്ധമായ ഒരു ബലി അല്ലേ? കർത്താവിന് ബലി അർപ്പിക്കുമ്പോൾ അത് വിശുദ്ധമാകണം, അത് പൂർണ്ണമാകണം. അതാണല്ലോ പറയുന്നത്, വിശുദ്ധവും പൂർണ്ണമായ ബലിയാണ്. വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ ആബേലർപ്പിച്ച ബലി പോലെ ദൈവത്തിന് പ്രീതികരമായ ബലിയായി, വിശുദ്ധമായ ബലിയായും സജീവം പൂർണ്ണമായും നീ നിന്റെ ശരീരത്തെ സമർപ്പിക്കുമ്പോൾ അത് യഥാർത്ഥമായ ആരാധനയായിട്ട് മാറും. അതാണ് യഥാർത്ഥമായ ആരാധന. അപ്പോൾ ശരീരം സമർപ്പിക്കാതെയുള്ള ആരാധനകൾ യഥാർത്ഥമായ ആരാധനയല്ല. ശരീരം കൂടെ ചേർത്ത് വെച്ച് നമുക്ക് ആരാധിക്കാൻ പറ്റണം. ശരീരം കൊണ്ട് ചെയ്തിട്ടുള്ള പാപം ശരീരത്തിൽ സഹിച്ചുകൊണ്ട് അവൻ പരിഹാരം ചെയ്തതുപോലെ, ശരീരം കൊണ്ട് ചെയ്ത പാപങ്ങൾക്ക് ശരീരം കൊണ്ടും ദൈവത്തിൻ്റെ മുമ്പിൽ അവയെ വിശുദ്ധമായി സമർപ്പിച്ചുകൊണ്ടും നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റണം. ഇതാണ് യഥാർത്ഥമായ ആരാധനയെന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മൾ കർത്താവിനെ ആരാധിക്കാൻ പോവാം, നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്താൻ പോവാം, കർത്താവ് ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞൊക്കെ പ്രാർത്ഥിക്കാൻ പോവാം. അപ്പോൾ ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ അല്ലെ, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ട് ദൈവത്തെ ആരാധിക്കണമെന്നാണ് വചനം പറയുന്നത്. അപ്പോൾ ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ ശരീരം വിശുദ്ധമാകണം, മനസ്സുകൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ മനസ്സ് വിശുദ്ധമാകണം, ആത്മാവ് കൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ ആത്മാവിൽ ദൈവത്തോട് ഐക്യമുണ്ടാകണം. അപ്പോൾ ആത്മാവിലും ശരീരത്തിലും മനസ്സിലും നമ്മളിപ്പോൾ ദൈവത്തെ ആരാധിക്കാൻ പോവാം. പൂർണ്ണമായും വിശുദ്ധമായും നമ്മളെ തന്നെ ഒരുക്കിക്കൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ അത് യഥാർത്ഥമായ ആരാധനയായിട്ട് മാറും. നമ്മൾ ജഡിക മനുഷ്യരല്ല, നമ്മൾ ആത്മീയ മനുഷ്യരാണ്. അപ്പം അങ്ങനെയാണ് നമ്മളിപ്പോൾ ആരാധിക്കുന്നത്. പൗലോസ് പറയുന്ന പോലെ, കൊരിന്തോസ് സഭയോട് പറഞ്ഞതുപോലെ, നിങ്ങളിൽ തർക്കവും ഭിന്നതയും കലഹവും എപ്പോഴും ഉണ്ടോ എങ്കിൽ നിങ്ങൾ ഇപ്പോഴും ജഡിക മനുഷ്യരാണ്. അങ്ങനെയല്ല, അങ്ങനെ ആയിരിക്കേണ്ടവരല്ല. നമ്മൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറച്ച് ജീവിക്കേണ്ടവരാണ്.
അതുകൊണ്ട് പൗലോസ് പറഞ്ഞ പോലെ ഓരോ സന്ധി ബന്ധങ്ങളും, ശരീരത്തിൻ്റെ ഓരോ സന്ധി ബന്ധങ്ങളും അവൻ്റെ സ്നേഹത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കാം, കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങൾ കൊണ്ടും നിന്നെ ആരാധിക്കാൻ തക്ക വിധത്തിൽ ശരീരത്തെ വിശുദ്ധീകരിക്കണമേ. ശരീരത്തിൻ്റെ വിശുദ്ധി നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എവിടെയെങ്കിലുമൊക്കെ ശരീരം മലിനമായി പോയിട്ടുണ്ടാകാം. ഒരുപക്ഷെ നമ്മുടെ കണ്ണുകൾ മലിനമായിട്ടുണ്ടാകാം. ഒരുപക്ഷെ നമ്മുടെ നാവ് മലിനമാക്കിയിട്ടുണ്ടാകാം. പക്ഷെ നമ്മുടെ കാതുകൾ മലിനമാക്കിയിട്ടുണ്ടാകാം. നമ്മുടെ ഹൃദയം മലിനമായി പോയിട്ടുണ്ടാകാം. എവിടെയൊക്കെ ഈ ശരീരത്തിൻ്റെ മാലിന്യം വന്നിട്ടുണ്ടോ, അപ്പോൾ നമുക്ക് ദൈവത്തെ ആരാധിക്കേണ്ട പോലെ ആരാധിക്കാൻ പറ്റില്ല. പാപത്തിൻ്റെ കെട്ട് ശരീരത്തിൽ വീണിട്ടുണ്ടെങ്കിൽ ആ പാപത്തിൻ്റെ കെട്ട് ശരീരത്തിൽ അടിയണം. അതിന് ഏറ്റവും നല്ല എന്നാണെന്നറിയാമോ? ദൈവത്തെ ശരീരം കൊണ്ടും ദൈവത്തെ ആരാധിക്കുക. ശരീരം ദൈവത്തിന് ബലിയായി സമർപ്പിച്ചുകൊണ്ട് ആരാധിക്കുക. അപ്പോൾ ശരീരത്തിൻ്റെ കെട്ടടിയും, ശരീരത്തിൻ്റെ കെട്ടടിയും. പ്രാർത്ഥിക്കാം. ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു കർത്താവിനെ സ്തുതിക്കാം. നമുക്ക് ഏതാനും നിമിഷം കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഈ ശരീരം കൊണ്ടാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത്. ഈ ശരീരത്തിൽ നമ്മൾ ഇന്നലകളിൽ ഒത്തിരി പാപം ചെയ്തിട്ടുണ്ടാകാം. ഇതാ ശരീരം കൊണ്ട് നമ്മൾ കർത്താവിനെ ആരാധിക്കുന്ന സമയമാണ്, കർത്താവിനെ സ്തുതിക്കുന്ന സമയമാണ്, കർത്താവിനെ മഹത്വപ്പെടുന്ന സമയമാണ്. അതെങ്ങനെ പ്രേരിപ്പിക്കുന്നുവോ അതുപോലെ സ്തുതിച്ച് 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 പ്രാർത്ഥിച്ച് ഹല്ലേലൂയ 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 യേശുവേ 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 ആരാധന 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ആരാധന. നാവ് കൊണ്ട് കർത്താവിനെ സ്തുതിക്കുക. ഇന്നലകളിൽ നാവ് കൊണ്ട് അശുദ്ധമായത്, വിലകെട്ടത് ഒക്കെ പറഞ്ഞിട്ടില്ലേ? നാവിന്റെ കെട്ടടിയട്ടെ. നാവ് കൊണ്ട് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 യേശുവേ ആരാധന 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 യേശുവേ ആരാധന യേശുവേ ആരാധന ഹല്ലേലൂയ 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 യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ യേശുവേ ആരാധന. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ അടിച്ച് സന്തോഷത്തോടെ ശരീരം കൊണ്ട് കർത്താവിനെ ആരാധിക്കാൻ പറ്റുമെങ്കിൽ നന്നായിട്ട് ആരാധിക്കും. എല്ലാം മറന്ന് കർത്താവിനെ തുള്ളിച്ചാടിയോ കരങ്ങളടിച്ചോ സ്തുതിച്ചോ പാട്ട് പാടി എങ്ങനെ കർത്താവിനെ ആരാധിക്കും. ഈ ശരീരം കൊണ്ടും ദൈവത്തെ ആരാധിക്കും. നീങ്ങിപ്പോ എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോ എൻ്റെ ശാപങ്ങൾ, സൗഖ്യമായ എൻ്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. നീങ്ങിപ്പോ എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോ എൻ്റെ ശാപങ്ങൾ, സൗഖ്യമായ എൻ്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനേ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനേ. ഇരുകരങ്ങളും ഉയർത്തിപ്പിടിച്ച് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി എല്ലാ മക്കളും സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ആത്മാവ് എങ്ങനെ നിങ്ങളെ അധരങ്ങളെ ചലിപ്പിക്കാൻ ആഗ്രഹിക്കും അതുപോലെ പ്രാർത്ഥിക്കുക. യേശുവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടവർ അങ്ങനെ പ്രാർത്ഥിച്ചുകൊള്ളുക. ഹല്ലേലൂയ പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടവർ അങ്ങനെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ നാവ് കൊണ്ട് കർത്താവിനെ സ്തുതിക്കുക. സ്വരം ഉയർത്തി പ്രാർത്ഥിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണെങ്കിൽ അങ്ങനെ പ്രാർത്ഥിച്ചുകൊള്ളുക. സ്തുതിച്ച് പ്രാർത്ഥിക്കുക. അപ്പം നാവിൻ്റെ കെട്ടടിയും. ഇന്നലകളിൽ ദൈവ നിഷേധത്തിൻ്റെ സ്വരം ഈ നാവിൽ നിന്ന് വന്നിട്ടുണ്ടാകാം. ഇന്നലകളിൽ ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞ നാവായിരിക്കാം. ഇന്നലകളിൽ ദൈവം എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞ നാവായിരിക്കാം. ഇന്നലകളിൽ എന്നെ ദൈവത്തിന് എന്നെ വേണ്ട എന്ന് പറഞ്ഞ നാവായിരിക്കാം. ഇന്നലകളിൽ വിലകെട്ടത് പറഞ്ഞ് നിന്റെ നാവിന്റെ അഭിഷേകം പോയിട്ടുണ്ടാകാം. നാവ് വിശുദ്ധീകരിക്കപ്പെടട്ടെ, നാവ് വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഈ സ്തുതിപ്പിന്റെ സമയത്ത് നിന്റെ നാവിന്റെ കെട്ടടിയട്ടെ. നന്മ പറയാൻ പറ്റുന്നൊരു നാവ്, വിലയുള്ളത് പറയാൻ പറ്റുന്നൊരു നാവ്, കർത്താവിന്റെ സ്നേഹത്തിൽ ചലിപ്പിക്കാൻ പറ്റുന്ന ഒരു നാവ് കർത്താവ് നിനക്ക് തരട്ടെ. അങ്ങനെ
സുവിശേഷ ജീവിതത്തിൻ്റെ അഭിഷേകം നിന്റെ നാവിൽ കർത്താവ് വെച്ച് തരട്ടെ. സുവിശേഷം പ്രസംഗിക്കാൻ തക്ക വിധത്തിൽ, ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കാൻ തക്ക വിധത്തിൽ നിന്റെ നാവിനെ കർത്താവ് വിശുദ്ധീകരിക്കട്ടെ. തൻ്റെ വചനം വെച്ച് നിന്റെ നാവിനെ കർത്താവ് ഇപ്പോൾ വിശുദ്ധീകരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. കരങ്ങൾ അടിച്ചു പാടാം. യേശുവിൻ നാമം വിടുതലായി, യേശുവിൻ നാമം രക്ഷയായി, യേശുവിൻ നാമം ശക്തിയായി, യേശുവിനെ വീണ്ടെടുത്തു. യേശുവിൻ നാമം വിടുതലായി, യേശുവിൻ നാമം രക്ഷയായി, യേശുവിൻ നാമം ശക്തിയായി, യേശുവിനെ വീണ്ടെടുത്തു. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനേ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനേ. കരങ്ങൾ രണ്ടും ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ കണ്ണുകൾ മലിനമായി പോയ കണ്ണുകളാണ്, മ്ലേച്ഛത അശുദ്ധി കണ്ട കണ്ണുകളാണ്. കർത്താവേ, കാണേണ്ടാത്ത പലതും ദാവീദിനെ പോലെ കണ്ട കണ്ണുകളാണ് ഞങ്ങളുടെ കണ്ണുകൾ. അതുകൊണ്ട് ഇന്ന് ശരീരത്തിൻ്റെ വിശുദ്ധി സൂക്ഷിക്കാൻ പറ്റണില്ല. കർത്താവേ, ശരീരം വിശുദ്ധിയോടെ കൊണ്ടു നടക്കാൻ പറ്റണില്ല. അത്രമാത്രം മാലിന്യം ഞങ്ങളുടെ കണ്ണുകളിലൂടെ പ്രവേശിച്ചിട്ടുണ്ട്. അതൊക്കെ ഇന്ന് ഹൃദയത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കർത്താവേ, ഞങ്ങളുടെ കണ്ണുകളെ നീ വിശുദ്ധീകരിക്കണമേ. നിന്നെ കാണാനാണല്ലോ നീ ഞങ്ങൾക്ക് ഈ കണ്ണുകൾ തന്നത്. കർത്താവേ, നിന്നെ കാണാനാണല്ലോ ഞങ്ങൾക്ക് ഈ കണ്ണുകൾ തന്നത്. യേശുവേ, നിന്നെ കണ്ട് പ്രാർത്ഥിക്കാൻ, നിന്നെ ദർശിച്ച് ജീവിക്കാൻ നീ ഞങ്ങൾക്ക് കൃപ തരണമേ, അഭിഷേകം തരണമേ. കർത്താവ്, ഞങ്ങളുടെ കണ്ണുകളെ വിശുദ്ധമാക്കണമേ. ഇന്നലകളിൽ, കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ കണ്ണുകളിലൂടെ കടന്നു വന്ന ഏതെങ്കിലും ഹൃദയത്തെ മലിനമാക്കുന്ന പാപത്തിൻ്റെ സ്വാധീനങ്ങളുണ്ടെങ്കിൽ യേശുവിൻ്റെ രക്തത്താൽ ഞങ്ങളുടെ കണ്ണുകൾ കഴുകപ്പെടട്ടെ. യേശുവേ, നിന്റെ പരിശുദ്ധ രക്തത്താൽ കാൽവരി കുരിശിൽ നിന്റെ ശിരസിൽ മുൾമുടി കൊണ്ട് അടിച്ച് തകർത്തപ്പോ അതിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരിച്ചോര നിന്റെ കണ്ണുകളിലൂടെ ഒഴുകിയിറങ്ങിയപ്പോൾ ആ ഒഴുകിയിറങ്ങി അതേ തിരിച്ചോരയാൽ കർത്താവേ, ഞങ്ങളുടെ കണ്ണുകളെ നീ ഇപ്പോൾ കഴുകണമേ. കണ്ണുകളെ കഴുകണമേ. മലിനമായി പോയ കണ്ണുകളെ വിശുദ്ധീകരിച്ച് നിന്നെ ദർശിക്കാൻ തക്ക വിധത്തിൽ ഞങ്ങളുടെ കണ്ണുകളെ കഴുകണമേ. ദിവ്യകാരുണ്യത്തിൽ നിന്നെ കാണാൻ തക്ക വിധത്തിൽ ഞങ്ങളുടെ കണ്ണുകളെ കഴുകണമേ. ഈശോയേ, ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിൻ രക്തം ശുദ്ധിയായി, യേശുവിൻ രക്തം സൗഖ്യമായി, യേശുവിൻ രക്തം കഴുകലായി, യേശുവിൻ രക്തം വിടുതലായി, യേശുവിൻ രക്തം ശുദ്ധിക്കായി, യേശുവിൻ രക്തം സൗഖ്യമായി, യേശുവിൻ രക്തം കഴുകലായി, യേശുവിൻ രക്തം വിടുതലായി. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനേ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനേ. നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ, സൗഖ്യമായി എൻ്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ, സൗഖ്യമായി എൻ്റെ രോഗങ്ങൾ
യേശുവിൻ കരങ്ങൾ ഉയർത്തി നാമത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, ആരാധന, ആരാധന. കർത്താവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ ശരീരത്തിന്റെ സകല രോഗങ്ങളെയും നീ ഇപ്പോൾ ഏറ്റെടുക്കണം. ശരീരത്തിന്റെ സകല രോഗങ്ങളിലേക്കും ഈ നിമിഷങ്ങളിൽ നിന്റെ പരിശുദ്ധ രക്തം ഒഴുകിയിറങ്ങട്ടെ. മാരക രോഗങ്ങൾ, മാറാരോഗങ്ങൾ, ക്യാൻസറുകൾ, ട്യൂമറുകൾ, അസ്ഥി സംബന്ധമായ രോഗപീഠകൾ, ആന്തരിക അവയവങ്ങളിലുള്ള രോഗപീഠകൾ, ഹാർട്ട് സംബന്ധമായ രോഗാവസ്ഥ, ശരീരത്തിൽ നിൽക്കുന്ന അലർജി രോഗങ്ങൾ, കർത്താവേ, ഈ മക്കൾക്ക് ഡോക്ടർ ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ള രോഗപീഠകൾ, കർത്താവേ, ശിരസ് മുതൽ പാദം വരെയുള്ള എല്ലാ രോഗങ്ങളും കർത്താവേ നിന്റെ പരിശുദ്ധ രക്തത്താൽ ഇപ്പോൾ കഴുകി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പാപം മൂലം ശരീരത്തിൽ കൊണ്ടു നടക്കുന്ന ഏതെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ ആ രോഗങ്ങളുടെ മേലുള്ള പാപത്തിന്റെ കെട്ടഴിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പാപം മൂലം വന്നിട്ടുള്ള ഏതെങ്കിലും രോഗങ്ങള് ഇവരുടെ ശരീരത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ 38 വർഷക്കാലം ബത്സേദ കുളക്കടവില് രോഗിയായി കിടന്നവനെ കർത്താവ് കണ്ടപ്പോ പറഞ്ഞില്ലേ, സുഖപ്പെടുത്തി വിട്ട് പിന്നീട് കണ്ടപ്പോ പറഞ്ഞില്ലേ, കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ ഇനിമേൽ പാപം ചെയ്യരുതെന്ന്. പാപം ചെയ്ത് ശരീരം തളർന്നു പോയവനാണ് അവൻ. കർത്താവേ, ഈ മക്കളുടെ ശരീരത്തിൽ ഏതെങ്കിലും രോഗങ്ങള് അത് ശരീരത്തിന്റെ പാപം മൂലമാണെങ്കിൽ, ശരീരത്തിൽ പാപം ഏറ്റെടുത്തത് കൊണ്ടാണെങ്കിൽ, കർത്താവെ, ചില മദ്യപാനങ്ങൾ, ലഹരിയുടെ സ്വാധീനങ്ങൾ, കർത്താവെ, ശരീരത്തെ നശിപ്പിക്കുന്ന മേഖലകളിലേക്ക് കടന്നുപോയ വഴികള്, അതിലൂടെയെല്ലാം ശരീരത്തിൽ നിൽക്കുന്ന രോഗങ്ങളെ, രോഗപീഠകളെ, അതിന്റെ മേലുള്ള പാപത്തിന്റെ ബന്ധനങ്ങളെ, പാപത്തിന്റെ കെട്ടുകളെ യേശുവിന്റെ നാമത്തിലടിക്കും. യേശുവിന്റെ നാമത്തിലടിക്കുന്നു. അത്ഭുതകരമായ വിടുതലുണ്ടാകട്ടെ. ഇപ്പോൾ തന്നെ രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, ആരാധന, ആരാധന. മാനസിക ആരോഗ്യക്കുറവുകൾ, കർത്താവേ, പാപം മൂലം മനസ്സിന് വന്നിട്ടുള്ള മനസ്സിന്റെ ആരോഗ്യക്കുറവ് മൂലം വേദനിക്കുന്നവരുണ്ടാകാം. ഭയം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന മക്കളുണ്ടാകാം. കുറ്റബോധവുമായിട്ട് ജീവിക്കുന്നവരുണ്ടാകാം. കർത്താവേ, ഈ ഭയത്തിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും ഇന്നലകളിൽ ചെയ്തിട്ടുള്ള പാപം മൂലം വന്നിട്ടുള്ള ഭയം, കുറ്റബോധങ്ങൾ, കർത്താവേ, ഇതിന്റെ നടുവിൽ കടന്ന് വല്ലാതെ അസ്വസ്ഥരായിരിക്കുന്ന സകല വ്യക്തികളെയും യേശുവിന്റെ രക്തത്തിൽ കഴുകുന്നു. കർത്താവിന്റെ നാമത്തിൽ ആ ഭയത്തിന്റെയും കുറ്റബോധത്തിന്റെയും കെട്ടുകൾ അഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. മക്കളെ, കരങ്ങൾ രണ്ടും മാറോട് ചേർത്ത് പിടിച്ച് കർത്താവിൻ്റെ വചനം റോമ 11:16 വചനം പറയുന്നത് എന്നാണെന്നറിയാമോ? വേര് പരിശുദ്ധമെങ്കിൽ ശാഖകളും അങ്ങനെ തന്നെ എന്നാണ്. മാതാപിതാക്കളായിട്ടുള്ളവർ ഇതിനകത്ത് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുക. ശരീരം കൊണ്ട് ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾക്ക് മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കുക. പക്ഷെ നിങ്ങളുടെ യൗവനങ്ങളിൽ ചെയ്തതാകാം, ഇന്നുവരെ ഏറ്റു പറഞ്ഞിട്ടില്ലായിരിക്കാം, തമ്പുരാനോട് മാപ്പ് പറയുക. പക്ഷെ നിങ്ങൾ ദാമ്പത്യത്തിൽ ഒരുമിച്ചെടുത്ത ദൈവനിഷേധത്തിൻ്റെ തീരുമാനങ്ങളാകാം, ശരീരത്തിൽ ചെയ്ത പാപങ്ങൾ, കൊലപാതകം വരെ പക്ഷെ നിങ്ങളുടെ ഉദരത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാം. മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിച്ച്. ഇന്നുവരെ ഏറ്റു പറഞ്ഞിട്ടില്ലാത്ത ചില പാപങ്ങളുണ്ടാകാം. ഒരുമിച്ചിരുന്ന് മ്ലേച്ഛത കണ്ടത്, ഒരുമിച്ച് ദൈവനിഷേധത്തിൻ്റെ തീരുമാനങ്ങളെടുത്തത്, ദൈവത്തെ തള്ളിപ്പറഞ്ഞത്, അവിശ്വാസത്തിലേക്ക് പോയതൊക്കെ ഉണ്ടാകാം. വേര് പരിശുദ്ധമായാലേ ശാഖകൾ അങ്ങനെ ആകുള്ളൂ. അതുകൊണ്ട് വേര് പരിശുദ്ധമാകണം. ഈശോ പറഞ്ഞല്ലേ, അപ്പസ്തോലന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, ഇതാ
ഇവർ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നുവെന്ന് ഉണ്ട്. വേര് പരിശുദ്ധമാകട്ടെ. കർത്താവ് ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും പ്രത്യേകം സമർപ്പിക്കുന്നു. ഇവരുടെ ദാമ്പത്യത്തിൽ മാത്രമല്ല, ഇവരുടെ യൗവനകാലത്ത് എവിടെയെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ശരീരത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ, വിശുദ്ധ ജീവിതത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ, കർത്താവെ പിശാചിൻ്റെ പ്രേരണകൾക്ക് ജഡത്തിൽ അനുവാദം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വിഷയങ്ങളെല്ലാം കർത്താവ് നീ ഏറ്റെടുത്ത് വിശുദ്ധീകരിച്ച് ഇവരുടെ ആരാധന നിനക്ക് പ്രീതികരമായ ആരാധനയാക്കി മാറ്റിയതിന് നന്ദി പറയുന്നു. ഈ നിമിഷങ്ങളിൽ ഇവരുടെ ശരീരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സൗഖ്യങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. മക്കൾ, അത്ഭുതകരമായ സൗഖ്യങ്ങളും വിടുതലുകളാണ് ഈ ആരാധനയിൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ശരീരത്തിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വിശ്വസിച്ച് അങ്ങോട്ട് ഏറ്റെടുത്തേ. വലിയ രോഗങ്ങൾക്ക്, മാരക രോഗങ്ങൾക്കൊക്കെ വിശുദ്ധിയോടുകൂടി ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ സൗഖ്യം കിട്ടും. പാപത്തിൻ്റെ കെട്ടുമൂലം വന്ന ശാരീരിക രോഗങ്ങൾക്ക് വലിയ വിടുതലുകൾ കിട്ടും ദൈവത്തെ ആരാധിക്കുമ്പോൾ. ചില ദുശീലങ്ങൾക്ക് ഇങ്ങനെ അടിമപ്പെട്ടു പോയവർ, ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവർക്കൊക്കെ ദൈവത്തെ സ്തുതിക്കാൻ പറ്റിയാൽ തന്നെ വലിയ വിടുതൽ കിട്ടും. ചില വൈകൃതങ്ങളിൽ കിടക്കുന്ന, ലൈംഗിക വൈകൃതങ്ങളിൽ കിടക്കുന്ന മക്കൾ കർത്താവിനെ കണ്ടുകൊണ്ട് ആരാധിക്കണം. അപ്പം കണ്ണിൻ്റെ വൈകൃതം മാറും, ജഡത്തിൻ്റെ വൈകൃതങ്ങൾക്കൊക്കെ വിടുതലുണ്ടാകും. അതിനെന്തിന്? കർത്താവിനെ കണ്ടിട്ട് നന്നായിട്ട് ആരാധിക്കണം. അങ്ങനെ ആരാധിച്ച നിമിഷങ്ങളായിരുന്നതും തീർച്ചയായിട്ടും കർത്താവ് തൻ്റെ വാഗ്ദാനം, വലിയ വിടുതലുകൾ നമ്മുടെ ഈ കൂട്ടായ്മയിൽ നൽകിയിട്ടുണ്ട്. ഈശോയ്ക്ക് നന്ദി പറയാം, ഈശോയ്ക്ക് നന്ദി പറയാം. ഈ അരമണിക്കൂർ സമയം മാത്രമല്ല നമ്മൾ ദൈവത്തെ ആരാധിക്കേണ്ടത്. ജീവിതത്തിൽ എപ്പോഴും ദൈവത്തെ ആരാധിക്കാൻ പറ്റും. എല്ലാ നിമിഷങ്ങളിലും ഇതുപോലെ ശരീരം കൊണ്ടും ശരീരത്തിൻ്റെ വിശുദ്ധി കൊണ്ടും നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റണം. പ്രാർത്ഥനയോടെ മുട്ടുമേലായിരിക്കാം. ഇതാ ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ മുമ്പിൽ ഉയരുന്ന സമയമാണ്. നിങ്ങളുടെ ശിരസ് മുതൽ പാദം വരെ കർത്താവ് ആശീർവദിക്കാൻ പോവാം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖല കർത്താവ് ആഗ്രഹിക്കാൻ പോവാം. നിങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ വിഷയങ്ങളെ കർത്താവ് ആഗ്രഹിക്കാൻ പോവാം. നിങ്ങളിപ്പോൾ മനസ്സിൽ സൂക്ഷിക്കുന്ന നിയോഗങ്ങളെ കർത്താവ് ആശീർവദിക്കാൻ പോവാം. പ്രതീക്ഷയോടെ, വിശ്വാസത്തോടെ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ ആരാധന, ആരാധന. ഈശോയേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ